ഒന്നുറക്കെ കറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉണരാമായിരുന്നു. സിനിമാ ഡയലോഗുകൾ കൊണ്ട് LDFനെ അടിച്ചിരുത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ. PM ശ്രീ വിഷയം സഭയിൽ ഉന്നയിച്ചത് ഭരണപക്ഷത്തെയും മുസ്ലിം ലീഗിനെയും പൂട്ടാമെന്ന ചിന്തയിലാണ് LDF നിന്നത്. പദ്ധതി RSS അജണ്ടയാണെന്നും അതിന് കുടപിടിക്കേണ്ട ഗതികേട് ലീഗിന് വന്നുവെന്നുമായിരുന്നു പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഈ ആരോപണങ്ങളെയെല്ലാം പൊളിച്ചടുക്കുന്നുണ്ട് ഷംസുദ്ദീൻ. LDF സർക്കാരിന്റെ കാലത്ത് PM ശ്രീയിൽ ഒപ്പുവെച്ചിട്ട് പിന്നീട് അതിന്റെ പേരിൽ കരഞ്ഞുകൊണ്ടിരുന്ന പാർട്ടിയാണ് CPI എന്നാണ് മന്ത്രി വിമർശിച്ചത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകണമെന്ന CPI മന്ത്രി P. പ്രസാദിനോട് നിങ്ങൾക്കാദ്യം കോടതിയിൽ പോകാൻ അവസരമുണ്ടായിട്ടും എന്തുകൊണ്ട് പോയില്ല എന്ന് മന്ത്രി ചോദിക്കുന്നുണ്ട്. PM ശ്രീ വിഷയം ഉയർന്നു വന്നപ്പോൾ ഒരു കത്തയക്കുക മാത്രമാണ് CPI ചെയ്തത്. അല്ലാതെ അതിനെ എതിർക്കാനോ കോടതിയിൽ പോകുവാനോ CPI തയ്യാറായിട്ടില്ലെന്നും ഷംസുദ്ദീൻ പറഞ്ഞു. മെയ് 8-ന് കേന്ദ്ര സർക്കാരിൽ നിന്ന് PM ശ്രീ സംബന്ധിച്ചൊരു കത്ത് കേരളത്തിന് അയച്ചുവെന്നായിരുന്നു LDFന്റെ മറ്റൊരു വാദം. എന്നാൽ മെയ് 8-ന് സംസ്ഥാനത്ത് LDF കാവൽ മന്ത്രിസഭയാണ് ഉണ്ടായിരുന്നത്. UDF അധികാരം പിടിക്കുന്നത് മെയ് 18-നാണ്. ആ കത്ത് സഭയിൽ ഉയർത്തിക്കാട്ടിയായിരുന്നു ഷംസുദ്ദീന്റെ പ്രകടനം. ഇതോടെ LDFന്റെ വെടി തീർന്നുവെന്ന് പറഞ്ഞാൽ മതി. PM ശ്രീയിൽ സംസ്ഥാന സർക്കാരിനെ പൂട്ടാനിറങ്ങിയ LDF MLA-മാർക്ക്, പ്രത്യേകിച്ച് CPI MLA-മാർക്ക് ഉത്തരം മുട്ടിയെന്നും പറയേണ്ടി വരും. മന്ത്രി N. ഷംസുദ്ദീന്റെ തകർപ്പൻ പ്രകടനത്തിന്റെ വീഡിയോ ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം. NCERT ഈ പറഞ്ഞ കേന്ദ്രത്തിന്റെ NEP-യുമായി ബന്ധപ്പെട്ടതാണ് സർ. പിന്നെ ഇതിൽ വളരെ കൃത്യമായിട്ട് പിന്നെ ഞങ്ങളിതിൻ്റെ അംബാസഡർ ആക്കാനൊന്നും ശ്രമിക്കരുത്. ഞങ്ങളുടെ രാഷ്ട്രീയം വളരെ കൃത്യമാണ്. ഈ സംഘപരിവാർ അജണ്ടകൾക്കെതിരെ എന്നും ഞങ്ങൾ നിലപാടെടുക്കും, ഇനിയെടുക്കും, ഇതിനു മുമ്പും എടുത്തിട്ടുണ്ട്. സർ, ഒരു വിവാദം ഉണ്ടായത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കണ്ണൂർ സർവകലാശാലയിൽ സവർക്കറുടെ പാഠഭാഗം പഠിപ്പിക്കാൻ ആരാ തീരുമാനിച്ചത്? അതിനെ ആരാ ന്യായീകരിച്ചത്? സർ, ആരാ ന്യായീകരിച്ചത്? അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഇവിടെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒരുപാട് വിവാദം ഉണ്ടായല്ലോ. സീറ്റ് ചോദിച്ച് ഇദ്ദേഹം വന്നു എന്നും BJPയുടെ ഇവിടെ സംസ്ഥാനത്തുണ്ടായിരുന്ന പ്രഭാഹരി വന്നു നമ്മുടെ EP ജയരാജന്റെ വീട്ടിൽ. അത് കൊച്ചുമോന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനാണെന്നാ പറഞ്ഞത്. പ്രഭാരി ജാവേദ്കർ വന്നത് എന്തിനാ? ജാവേദ്കർ എന്തിനാ വന്നത്? ജാവേദ്കർ വന്നത് സീറ്റ് ചോദിക്കാനാണ്. അതിനുശേഷമാണ് തൃശ്ശൂർ സീറ്റ് താലത്തിൽ വെച്ച് കൊടുത്തത്. അങ്ങനെ പലതും ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. അങ്ങനെ പലതും ഞങ്ങളെ കൊണ്ട് പറയരുത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇതാ ഈ ഒപ്പിട്ട കരാറിന്റെ ഗുണത്തെക്കുറിച്ച് വീണ്ടും ശിവൻകുട്ടി വാചാലനാകുന്നുണ്ട്. PM ശ്രീ ഫണ്ട് കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. ദേശാഭിമാനാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഔദാര്യമല്ല, കേന്ദ്രാവിഷ്കൃത പദ്ധതി ആയതിനാൽ തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ PM ശ്രീ എന്ന് ചേർക്കണമെന്ന വ്യവസ്ഥയുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിയുടെ പേരോ ചിത്രമോ വേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താ? പദ്ധതിയിൽ ഒപ്പിടാതെ ഫണ്ട് നഷ്ടപ്പെടുത്തിയാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയായും ഇത് കൂടുതൽ ബാധിക്കുക. PM ശ്രീയിൽ ഒപ്പിടാത്തതിനാൽ സമഗ്ര ശിക്ഷ കേരളയുടെ 1158.13 കോടിയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ട് അതുവഴി ഉണ്ടാക്കേണ്ട സൗകര്യങ്ങൾ ഈ സംസ്ഥാനത്തെ കുട്ടികൾക്കുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒപ്പിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ സർ, ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങളുണ്ടാക്കി വെച്ച പ്രതിസന്ധി അത് വളരെ ക്ലിയറാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന് സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻഷിപ്പുകളുണ്ട്. കേന്ദ്രം ഭരിക്കുന്നത് ഒരു പാർട്ടി ആയിരിക്കാം, കേരളം ഭരിക്കുന്നത് ആ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള മുന്നണിയാണ്. പക്ഷേ സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻഷിപ്പുകളുണ്ട് ഒരു കരാറിനെ സംബന്ധിച്ചിടത്തോളം. ആ കരാറിൽ എല്ലാ പഴുതും അടച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ ഇതിൽ ചെന്ന് നിന്നു കൊടുത്തു. അതായത് കേന്ദ്രത്തിന് മാത്രം പിൻവലിക്കാവുന്ന ഒരു കരാറ്, കേന്ദ്രം മാത്രം വ്യവസ്ഥകൾ തീരുമാനിക്കുന്ന എല്ലാ മേൽക്കൈയും കേന്ദ്രത്തിനുള്ളത്. ഇന്ന് പറഞ്ഞതിൻ്റെ ഒരംശം ആ കരാറുണ്ടാക്കുമ്പോൾ ശ്രീ പ്രസാദിന്റെ പാർട്ടിയോ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഈ പ്രതിസന്ധിയിലാകുമായിരുന്നില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർ, ഗവൺമെന്റുകൾ തുടർച്ചയാണ് ഇതിൽ ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് വിധത്തിലുള്ള സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളെ മാനിച്ചുകൊണ്ടും സംഘപരിവാർ അജണ്ടകൾക്ക് കീഴ്പ്പെടാതെയുമുള്ള ഒരു തീരുമാനമായിരിക്കും ഞങ്ങളിൽ നിന്നുണ്ടാകുക. ഇവിടെ സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ പറയുന്നത് തന്നെ ഞങ്ങളൊരു കരാറിലും ഒപ്പുവെച്ചിട്ടില്ല. ഞങ്ങൾ ഒപ്പുവെച്ചതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുമില്ല. പിന്നെ ഇവിടെ പറഞ്ഞ ഇതാണ്, മെയ് 8-ന് വന്ന കത്ത്. മെയ് 8-നൊരു കത്ത് വന്നു, ശരിയാണ്. മെയ് 8-ന് വീണ്ടും കേന്ദ്രം കത്തയച്ചു. മെയ് 8-ന് നിങ്ങളുടെ കാവൽ സർക്കാരാണ് ഇവിടെ. ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് മെയ് 18-നാണ്. അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴുള്ളത് ഈ ഒരു ലെറ്ററാണ്. നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളുടെ തുടർച്ച എന്തുകൊണ്ട് ചെയ്യുന്നില്ല
എപ്പോൾ ആരംഭിക്കും എന്നാണ് ഈ കത്തിൽ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഗവൺമെന്റുകൾ തുടർച്ചയാണ്. ഞങ്ങളൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഞങ്ങളൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യും. സംസ്ഥാനത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് മാത്രം സംഘപരിവാർ അജണ്ടകൾക്ക് കീഴടങ്ങാത്ത നടപടികളെ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകൂ. അതിൽ യാതൊരു സംശയവുമില്ല.